പീപ്പിൾ ഇംപാക്ട് ചീമേനി ജയിലിലെ ഗോപൂജ ജയിൽ ചട്ടലംഘനമെന്ന് ജയിൽ മേധാവിയുടെ സർക്കുലർ. ഗോപൂജ ജയിലിലെ മതസൗഹാർദ്ദത്തിനും മതേതര കാഴ്ചപ്പാടിനും വിരുദ്ധമാണെന്നും പൂജ സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം ധിക്കാരപരമെന്നും ജയിൽ മേധാവി പറഞ്ഞു. ജയിൽ ADGPയുടെ അനുമതിയില്ലാതെ ജയിലിലേക്ക് സംഭാവനകൾ സ്വീകരിക്കരുതെന്നും സർക്കുലറിൽ പറയുന്നു. പീപ്പിൾ വാർത്തയെ തുടർന്നാണ് നടപടി. ചീമേനി തുറന്ന ജയിലിൽ കർണാടകയിലെ സംഘപരിവാർ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ഗോപൂജയുടെ ദൃശ്യങ്ങൾ പീപ്പിൾ TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയെ തുടർന്ന് അന്വേഷണം നടത്തിയ ജയിൽ DGP R. ശ്രീലേഖ ഗോപൂജ ജയിൽ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കാട്ടിയാണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജയിൽ സൂപ്രണ്ട് AG സുരേഷിന്റെയും ജോയിന്റ് സൂപ്രണ്ട് KV ജഗദീശന്റെയും നേതൃത്വത്തിൽ നടന്ന പൂജ ജയിലിലെ മതസൗഹാർദ്ദത്തിനും മതേതര കാഴ്ചപ്പാടിനും വിരുദ്ധമാണെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പൂജ സംബന്ധിച്ച DGP വിശദീകരണം തേടിയപ്പോൾ സൂപ്രണ്ട് AG സുരേഷ് ധിക്കാരപരമായാണ് പ്രതികരിച്ചത്. ജയിലിലേക്ക് സംഭാവനകൾ സ്വീകരിക്കാനും പൂജ നടത്താനും സൂപ്രണ്ടിന് അധികാരമുണ്ടെന്നും DGPയുടെ അനുമതി ആവശ്യമില്ലെന്നുമാണ് AG സുരേഷിന്റെ മറുപടി. ഇത് നിലവിലെ ജയിൽ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്. ജയിൽ DGPയുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ സംഭാവനകൾ സ്വീകരിക്കാൻ പാടില്ല എന്നും ജയിൽ DGP സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കർണാടകയിലെ ഹൊസനഗര രാമചന്ദ്രപുര മഠാധിപതി രാഘവേശ്വര ഭാരതിയുടെ നേതൃത്വത്തിലായിരുന്നു ചീമേനി തുറന്ന ജയിലിൽ ഗോപൂജ നടന്നത്. കർണാടകയിലെ 25ഓളം RSS പ്രവർത്തകരും ജയിലിലെ RSS BJP പ്രവർത്തകരായ തടവുകാരും പൂജയിൽ പങ്കെടുത്തു. ചട്ടങ്ങൾ ലംഘിച്ച് ഗോപൂജ നടത്തിയ സൂപ്രണ്ട് AG സുരേഷിനും ജോയിന്റ് സൂപ്രണ്ട് KV ജഗദീശനുമെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. ഇരുവർക്കുമെതിരെയുള്ള വകുപ്പുതല അന്വേഷണം പുരോഗമിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്.